വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുകളും പാർട്ടി കമ്മിറ്റികളിൽ തുറന്നു പറയുന്നതാണ് CPM രീതി. പൊതു ഇടങ്ങളിൽ മൗനം പാലിക്കും. എന്നാൽ ഇക്കുറി സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുന്നതിനിടെ പത്തനംതിട്ടയിലെ പ്രധാന നേതാക്കളിലൊരാളായ A. പത്മകുമാർ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി. സംസ്ഥാന സമിതി യോഗത്തിലാണ് P. ജയരാജൻ അതൃപ്തി പ്രകടിപ്പിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ജെയിൻ രാജ് വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെയാണ് അതൃപ്തി പ്രകടമാക്കിയത്. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധിയുണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന M. സ്വരാജിന്റെ വാചകം ഉദ്ധരിച്ചായിരുന്നു ജെയിൻ രാജിന്റെ പോസ്റ്റ്. P. ജയരാജനെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്നാണ് സൂചന. ജയരാജന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ CPM ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിലാണ് കത്തു നൽകിയത്. അതേസമയം P. ജയരാജന് പിന്തുണയറിയിച്ചുള്ള പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. കണ്ണൂരിൽ വലിയ ജനസ്വാധീനമുള്ള നേതാവാണ് ജയരാജൻ. ഇക്കുറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ലെന്നത് അണികൾക്കിടയിൽ അമർഷത്തിന് കാരണമാകുന്നുണ്ട്. പുതിയ സെക്രട്ടേറിയറ്റിന്റെ പാനൽ പുനഃപരിശോധിക്കണമെന്നും എന്നാൽ എതിർത്ത് വോട്ട് ചെയ്യുന്നില്ലെന്നും ജയരാജൻ സംസ്ഥാന സമിതിയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. വനിതാ നേതാക്കളിൽ ഏറ്റവും സീനിയർ കൊല്ലത്തു നിന്നുള്ള J. മേഴ്സിക്കുട്ടിയമ്മയാണ്. 1998 P. ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും സംസ്ഥാന സമിതിയിൽ വന്നത്. ഇരുവരെയും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിലപാടുകൾ തുറന്നു പറയാൻ മടിയില്ലാത്ത മേഴ്സിക്കുട്ടിയമ്മ സംസ്ഥാന സമിതിയിൽ പാർട്ടി തീരുമാനത്തിലെ വിയോജിപ്പ് കൃത്യമായി രേഖപ്പെടുത്തി. സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിച്ച കണ്ണൂരിലെ വനിതാ നേതാവ് N. സുകന്യ പങ്കുവച്ച FB പോസ്റ്റും ചർച്ചയാവുകയാണ്. ഓരോ അനീതിയിലും നീ കോപത്താൽ വിറയ്ക്കുന്നുണ്ടെങ്കിൽ നീ എന്റെ ഒരു സഖാവാണ്. ചെഗുവേരയുടെ ഈ വാചകങ്ങളാണ് സുകന്യ പങ്കുവച്ചത്. CPM സംസ്ഥാന സമിതിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ M. വിജയകുമാറാണ്. ഇത്തവണ വിജയകുമാറിനെയും തഴഞ്ഞു. ഇനി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിജയകുമാറിനും അവസരമുണ്ടാകില്ല. സെക്രട്ടേറിയറ്റിൽ ഒഴിവാക്കപ്പെട്ട മറ്റൊരു നേതാവ് കടകംപള്ളി സുരേന്ദ്രനാണ്. അവഗണിക്കപ്പെട്ടവരുടെ പട്ടിക ഇനിയും നീളുമെങ്കിലും മറ്റാരും പരസ്യ പ്രതികരണത്തിന് തയ്യാറായേക്കില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.